Hey, welcome to Handcrafty. So, ഇന്ന് ആക്ച്വലി കുറച്ചൊന്ന് പ്രോപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി അതുകൊണ്ട് ആൻഡ് വി ആർ ബാക്ക് അറ്റ് അവർ ഹോം. സോ ദിസ് ഈസ് മൈ വർക്ക് പ്ലേസ്. അപ്പോൾ ഞാൻ കരുതി ഇവിടെ ഇരുന്ന് തന്നെ വീഡിയോ എടുക്കാം സോ ദാറ്റ് ഐ ക്യാൻ ഷോ വാട്ട് ഐ വോണ്ട് ടു ഷോ. യാ, അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് കുറച്ച് അധികം ഒരു 2 weeks ആയിട്ട് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് പ്രോപ്പറായിട്ട് അത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. Yeah, so this is my scrapbook actually. അപ്പം ഈ സ്ക്രാപ്പ് ബുക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് അറൗണ്ട് 9th-10th ആ ഒരു ടൈമിൽ ചെയ്ത ബുക്കാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ കുഞ്ഞിലത്തെ കുറച്ച് മെമ്മറീസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആൻഡ് ഇത് ഞാൻ റീസെൻ്റ്ലി എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് ഞാൻ കണ്ടു. മേ ബി ആഫ്റ്റർ ഓൾമോസ്റ്റ് more than 10 yearsന് ശേഷമാണ് ഈ ബുക്ക് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളേ എന്ന് കാണിക്കാമെന്ന് കരുതി. ആൻഡ് ഇതെനിക്ക് ഈ ബുക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, ലൈക്ക് വാട്ട് ഐ ഹാവ് ഡൺ ദാറ്റ് ടൈം ആൻഡ് ഞാൻ എന്തൊക്കെയാണ് പ്രിസർവ് ചെയ്തേക്കുന്ന ഓരോന്ന് അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. സോ once again welcome to the video. സോ ഇതാണ് എൻ്റെ സ്ക്രാപ്പ് ബുക്ക് വന്നിട്ട്. ഇത് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ ബുക്ക് നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ലൈക്ക് ഐ ഫീൽ ഹാപ്പി ആൻഡ് അതുപോലെ തന്നെ ഐ മിസ് സോ മെനി തിങ്സ് ഫ്രം ദിസ്. സോ ദിസ് ഈസ് എ വെരി സ്പെഷ്യൽ ബുക്ക് ഫോർ മീ. ഇത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. യാ, സോ വെൽക്കം. കുറച്ചിൻ്റെ കവേഴ്സൊക്കെ പോയി ഞാൻ അന്ന് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് വാസ് എ നോർമൽ സ്ക്രാപ്പ് ബുക്ക്, ഐ ഗോട്ട് ഇറ്റ്. പക്ഷെ ഞാൻ അതിൽ കുറേ കവേഴ്സൊക്കെ ചെയ്ത് ഈവൻ ഗിഫ്റ്റ് പേപ്പർ റാപ്പിംഗ് ആണ് എൻ്റെ ഫ്രണ്ട് കവറായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. So welcome to my memories. That's what I called it. Yeah, definitely it's worth like ഈ ഒരു വർക്ക് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് കുറേ മന്ത് എടുത്തായിരുന്നു. ബിക്കോസ് ആസ് യു ക്യാൻ സീ ഇതിൽ കുഞ്ഞു ബീഡ്സ്, ഷുഗർ ബീഡ്സ് അല്ല ഇതിനെ പറയുന്നത്, ഐ ഡോണ്ട് റിമെമ്പർ ദ റിയൽ, ഐ തിങ്ക് ഷുഗർ ബീഡ്സ്. സോ ഈ ബീഡ്സ് വെച്ചിട്ട് ഓരോന്നായിട്ടാണ് ഞാനിത് ഒട്ടിച്ചൊക്കെ എടുത്തത്. Because I was little mad and yeah, my memories, that's what I named it that time. So first എൻ്റെ പേജ് പോവാണെങ്കിൽ എൻ്റെ ഫാമിലീൻ്റെ ഫോട്ടോസാണ്. ദിസ് വാസ് മീ, ദിസ് ഇസ് മൈ സിസ്റ്റേഴ്സ് ആൻഡ് മീ. എൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോ എന്ന് പറയാൻ മേ ബി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ചേച്ചി, മൂത്ത ചേച്ചി, രണ്ടാമത്തെ ചേച്ചി ആൻഡ് ഞാൻ. എൻ്റെ അച്ഛനമ്മയുടെ ഒരു ഫോട്ടോ ആൻഡ് ഈസ് അഗെയിൻ സോ മെനി ഗ്ലിറ്റേഴ്സ് ഉണ്ടോ. പിന്നെ കുറേ പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് മൈ ഫാമിലി എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്ത് മാത്രം ഇതാക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഫാമിലിയിലുള്ള എനിക്ക് കുറേ കസിൻസ് ഉണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് പേരുടെ ഫോട്ടോസ് എനിക്ക് കളക്ട് ചെയ്ത് കിട്ടിയ ഫോട്ടോസൊക്കെ ഞാൻ ഈ പാസ്പോർട്ട് സൈസ് ഓരോരുത്തരുടെ കിട്ടുമ്പോഴത്തേക്ക് അതെടുത്ത് ഒട്ടിച്ച് വെച്ചു. എൻ്റെ അമ്മാമ്മ ഇവിടെ ഉണ്ട്, അച്ഛനുണ്ട്, മൂത്ത ചേച്ചി, രണ്ടാമത്തെ ചേച്ചി, പിന്നെ എൻ്റെ ചേച്ചിമാർ, മൂത്ത ചേച്ചിയുടെ വേറൊരു ഫോട്ടോ, പിന്നെ വേറൊരു എൻ്റെ അണ്ണൻ്റെ ഫോട്ടോ. യാ, ഇതും ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ലൈക്ക് ദിസ് ഇസ് എ ഇൻകംപ്ലീറ്റ് ബുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ, ബട്ട് ഇതിൽ കുറച്ച് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മെമ്മറീസ് ഉണ്ട്. ദാറ്റ്സ് വൈ. And then comes my beliefs. ഞാനത് ഇന്നസെൻ്റ് ആയിരുന്നു തോന്നിക്കുന്ന ഇതൊക്കെ കണ്ടിട്ടാണ്. അതിൻ്റെ അകത്ത് എല്ലാ ദൈവങ്ങളുടെ വെച്ചിട്ടുണ്ട്. ഈവൻ ഐ ബിലീവ് ഇൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് മുസ്ലിം, അതിലുണ്ട്, അതും വെച്ചിട്ടുണ്ട് എല്ലാത്തിലും. പിന്നെ എൻ്റെ മൈ സെൽഫ്, ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് ഐ തിങ്ക് 2014 മേ ബി 10th കഴിഞ്ഞപ്പോൾ ഫോട്ടോ ആണ് കേട്ടോ. 10th ഞാനാണ്. ഇപ്പോഴത്തെ ഞാനായിട്ടൊരു ബന്ധമില്ലെന്ന് തോന്നും. ഇത് ലൈക്ക് 9th ഞാനാണ്. യു വോണ്ട് എ ക്ലോസ് അപ്പ് ഐ ക്യാൻ ഗെറ്റ്. ദിസ് വാസ് മീ ഡൂയിങ് മൈ 9th. ഐ വാസ് ലുക്കിംഗ് ജസ്റ്റ് ലൈക്ക് മൈ മോം. പിന്നെ ഇത് ഞാൻ കുഞ്ഞിലത്തെ എന്നെ കാണാം ഇതിൽ. പിന്നെ ഐ ഹാവ് എ കളക്ഷൻ ഓഫ് മൈ ലൈക്ക് ID കാർഡ്സിലെ കളക്ഷൻസ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലാണ് കണ്ടത്. ഓരോ വേർഷൻ ഓഫ് മീ ഇതിൻ്റെ അകത്തുണ്ട്. ലൈക്ക് ഇത് എൻ്റെ LKG ഫോട്ടോയാണ്. LKG ഞാൻ പഠിച്ച SSR വിയത്തിലായിരുന്നു, അവിടെ വെച്ചെടുത്ത ഫോട്ടോ. പിന്നെ 3rd ഞാൻ ബ്ലൂമൗണ്ടിലായിരുന്നു, അവിടെ വെച്ചെടുത്തത്. 3rd, 4th, 5th, 6th ഇല്ല, 5th ഉണ്ട്. പിന്നെ 7th, 8th, 9th, 10th, 11th. ഓക്കെ, ഇത് 11th ഫോട്ടോ ആണ് കേട്ടോ. ദിസ് വൺ ഈസ് ഫ്രം 11th. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ അടുത്ത വരുമ്പോഴത്തേക്കും എനിക്ക് ഇത് എൻ്റെ ഒരു കുറച്ച് ഞാൻ ബബിളായിട്ടിരുന്ന സമയത്താണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് അറിയത്തില്ല, എനിക്ക് ഈ സമയത്ത് ചിരിക്കാൻ അറിയത്തില്ലായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ പോയ ഫോട്ടോസാണ്, അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് എൻ്റെ 9th ഫോട്ടോസാണ് ഷുവർ. ഇത് ആക്ച്വലി കുറച്ച് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തേക്കണതാണ് നമ്മുടെ ലേഡീസ് ഫിംഗർ യൂസ് ചെയ്തിട്ട്. ബ്ലാങ്ക് പേജസ് കുറച്ചുണ്ട്. പിന്നെ അഗെയിൻ സം അബ്സ്ട്രാക്ട് വിത്ത് ബീഡ്സ് ആൻഡ് ഓൾ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ ഉള്ളത് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ആണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെത്. അപ്പം അതും ഇതുപോലെ എനിക്ക് അന്ന് കളക്ട് ചെയ്യാൻ പറ്റിയ ഫോട്ടോസൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തത്. എൻ്റെ കൂടെ സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിൻ്റെത്. ഈവൻ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ ആണ്, അവളുടെ ഫോട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇത് ഗ്രൂപ്പ് ഫോട്ടോസ് ഒന്നും വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇതായിരുന്നു, 4th സ്റ്റാൻഡേർഡിലത്തെ ഫോട്ടോ. ദിസ് വാസ് മൈ ക്ലാസ്മേറ്റ്സ്. ആൻഡ് ഇതെൻ്റെ ഈ മാമാണ് എന്നെ 2nd ക്ലാസ്സിലും പഠിച്ചത്. 2nd ഞാൻ ബ്ലൂ മൗണ്ടിൽ ഫസ്റ്റ് പോയപ്പോൾ എന്നെ പഠിപ്പിച്ച മാമാണ്, പുഷ്പ മാം. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും. കുറെ പേരായിട്ട് കണക്റ്റഡ് ആണ്, കുറെ പേരായിട്ടല്ല. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി ടു സീ ദം. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സ്. ഈ ഫോട്ടോസ് കാണുമ്പം feel happy as well as I miss so much. Like Anu is no more with us. We were so close. Like ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേരായിരുന്നു. ആൻഡ് ഐ മിസ് ഹനു. ആൻഡ് ജാസി ചേച്ചിക്ക് ഇപ്പം 2 കുഞ്ഞുങ്ങളായിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ ജാസി ചേച്ചിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. Then comes കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ആക്ച്വലി ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോഴും അങ്ങനെയൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കും. ഈവൻ എൻ്റെ ട്യൂഷൻ സാറായിരുന്നു ധനേഷ് സാർ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ബിക്കോസ് ഹീസ് എ റീസൺ മേ ബി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ ഹാവ് സം പൊട്ടൻഷ്യൽ ഇൻസൈഡ് മീ. അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ സാറിനെ കാരണമാണ്. അപ്പോൾ സാറിൻ്റെ വെഡിങ്ങിന് കിട്ടിയ ഒരു കാർഡായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പോയൊരു ട്രിപ്പാണത്, ആതിരപ്പള്ളിയിലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ഫെറോ റോസ്റ്റർ കഴിച്ചപ്പോൾ ഒരു. പിന്നെ അടുത്ത് കാണാൻ പോകുന്നത് ഞാൻ 10th പഠിച്ചപ്പം സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ പോയപ്പം സഹോദരിയിൽ അതിൽ കിട്ടിയ ID കാർഡ്സ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ 10th ഞാനായിരുന്നു ക്ലാസ് ട്രിപ്പ് വന്നിട്ട് അപ്പോഴത്തതുണ്ട്. പിന്നെ അടുത്തത് ഇത് ഭയങ്കര കോമഡിയാണ്. ചീറ്റോസിൻ്റെ ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാർഡായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനെല്ലാം സ്റ്റിക്ക് ചെയ്ത് ഇപ്പം റീസെൻ്റ്ലി എൻ്റെ ഹസ്ബൻഡ് കണ്ടപ്പോഴത്തേക്കും ഹി വാസ് ലൈക്ക് ഇതിങ്ങനെ എറിഞ്ഞ് കളിക്കുന്നതല്ലേ, നീ ഇത് ഒട്ടിച്ചു വെച്ചോ. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിഞ്ഞൂടായിരുന്നു, എനിക്കത് കളക്ട് ചെയ്ത് ഒട്ടിച്ച് വെക്കാനെന്ന് തോന്നിച്ചു. അങ്ങനെ അത് ഉണ്ട്. പിന്നെ അടുത്തതാണ് ഒരു ഗേളിൻ്റെ ലൈഫിൽ ഡയറി മിൽക്ക് എത്ര മാറ്റർ ചെയ്യുമെന്ന് കാണിക്കുന്നതാണ്. മൈ ഡയറി മിൽക്ക് കളക്ഷൻസ് എന്നാണ് ഇതിനെ ഞാൻ നെയിം ചെയ്തേക്കുന്നത് തന്നെ. അപ്പം ഇതൊക്കെ കണ്ടാൽ തോന്നുന്നു എന്ന് ഞാൻ ഡയറി മിൽക്ക് കഴിക്കുമെന്ന്. ഐ മീൻ ഇതൊക്കെ കുറേയൊക്കെ മേടിച്ച് നിൽക്കുന്ന എൻ്റെ അച്ഛനാണ്. ഇതിൽ ഈവൻ അന്നത്തെ സമയത്ത് ഞാൻ എന്ത് പർപ്പസിനെ കഴിച്ചെന്ന് അല്ലെങ്കിൽ ആര് തന്നതാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ലൈക്ക് മൈ എക്സാം കളക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വന്നിട്ട് എല്ലാ എക്സാമിനും ലൈക്ക് ചോക്ലേറ്റ് കഴിക്കണം നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ എക്സാമിനും എൻ്റെ അച്ഛൻ എനിക്ക് രാവിലെ മേടിച്ചു തരുന്നു. ചോക്ലേറ്റ് കഴിക്കാണ്ട് ഞാൻ എക്സാം ഹോളിൽ കയറത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈവൻ ഇതിൽ മിക്കതിലും ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാര് തന്നതാ അങ്ങനെയൊക്കെ. ചേച്ചി മേടിച്ചു തന്നത്, ഞാൻ സ്വന്തമായിട്ട് മേടിച്ചത്, അങ്ങനെ കുറേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെരി ക്യൂട്ട് ഫോർ മീ ഇപ്പം നോക്കുമ്പോൾ. പിന്നെ സെയിം തന്നെയാണ് ഡയറി മിൽക്കും പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചതിൻ്റെ. ഞാൻ മെയിൻലി ഡയറി മിൽക്ക് ആയിരുന്നു ഫോക്കസ് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് ഗാലക്സി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ തുടങ്ങി. Again the same things, same മറക്കാൻ പറ്റത്തില്ല. ഇത് ആക്ച്വലി ഇത് ഞാൻ ആ സമയത്ത് ഉണ്ടാക്കിയൊരു എൻ്റെ ഒരു സാറിൻ്റെ കല്യാണത്തിന് പുള്ളിക്കാരൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് ഇതുപോലെ ആയിരുന്നു. ഇതുപോലൊരു ഫ്ലവർ പോലെ ഓർഗാമി ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ അത് കണ്ടിട്ട് അതിന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തൊരു വർക്കായിരുന്നു. ഞാൻ ഇതിങ്ങനെ ചെയ്തിട്ട് എനിക്കിങ്ങനത്തെ ഓർഗാമിക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തു. അപ്പം അതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇൻ മൈ ലൈഫ് എന്നാണ് എടുത്തേക്കുന്നത്.
വെരി ഫണ്ണി. ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ആക്ച്വലി എൻ്റെ എക്സാം റിസൾട്ട് ഡേറ്റ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡേറ്റ്, മിത്ര, ആതിര, ഫൈസൽ, ജോയ്സ്, അനീസ്, ഷൈലേഷ്, ആരോമൽ, എൻ്റെ കൂടെ 12th പഠിച്ച ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ. 12th പഠിച്ച ഫ്രണ്ട്സിൻ്റെ പേര് തന്നെ ശ്രീലക്ഷ്മി, സുബാന, അഞ്ജു, അലീഷ, അഷ്ടമി, ഷെറിൻ, മിഥുൻ, ആദിഷ്, ഷാരുൺ. പിന്നെ എൻ്റെ ഫാമിലിയിൽ ആരുടെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറീസ് ആണ്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. അയ്യോ, പിന്നെ എൻ്റെ കൂടെ 10th പഠിച്ച ഫ്രണ്ട്സിൻ്റെയൊക്കെ എനിക്കൊന്ന് പഴയ മറ്റേ ഓട്ടോഗ്രാഫ് ബുക്കിൽ നിന്നൊക്കെ എടുത്ത് എഴുതിയതാണെന്ന് തോന്നുന്നു. ലൈക്ക് ഐ ഹാവ് റിട്ടൺ മോസ്റ്റ് ഓഫ് ദ നെയിംസ് ഹിയർ. ഇപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യണമെന്ന് കംപ്ലീറ്റ്ലി ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആദിത്യ, രേഷ്മ, ശബ്നം, ആര്യ, എവരിവൺ. പിന്നെ എൻ്റെ ടീച്ചേഴ്സിൻ്റെ ബർത്ത്ഡേസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ family members, my dad, my mom, and my birthday. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്തുള്ളത്. It's cute to see all these things after so many years. ഇത് ആക്ച്വലി ഞാനിങ്ങനെ ഒരു സ്ട്രിങ്ങിലൊക്കെയാണ് കെട്ടിയത്. എന്നുവെച്ചാൽ ഫുൾ ഓപ്പൺ, ആ പേപ്പർ ഫുൾ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കുറേ എഫേർട്ട് ഇട്ട് ചെയ്ത സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും ഐ ഫീൽ ഹാപ്പി ദാറ്റ് ഐ മെയ്ഡ് സംതിങ് ദാറ്റ് ടൈം. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ സ്ക്രാപ്പ് ബുക്കിൽ വന്നിട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. ഇതായിരുന്നു എൻ്റെ സ്ക്രാപ്പ് ബുക്കിൻ്റെ കോണ്ടന്റ് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. മേ ബി ജേർണലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ മീൻസ് ആൽബംസ് പോലെ ക്രിയേറ്റ് ചെയ്തേക്കണാവാം. അപ്പോൾ എൻ്റെത് ഇതായിരുന്നു. ഞാൻ കുഞ്ഞിലെ എൻ്റെ ഒരു അഡോളസൻസ് ടൈമിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ ഇഫ് യു ഹാവ് എനിത്തിങ് ലൈക്ക് ദാറ്റ്, ഡു കമൻറ്റ് ആൻഡ് ഡു ഷെയർ യുവർ വ്യൂസ് ഓൺ ദിസ്. So thank you for watching Handcrafty. Bye.